വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് തുടക്കം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിലാണ് പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ ബിജെപി നേതാക്കളും രംഗത്തെത്തി. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇന്നും പ്രതിപക്ഷം ഉന്നയിക്കും. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തെളിവ് സഹിതമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. ഈ വിഷയം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നത്? അമൃത, എന്തായാലും രാജ്യത്തുടനീളം വലിയ പ്രതിഷേധവുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കർണാടകയിലാണ് ഇന്നിപ്പോൾ ഫ്രീഡം പാർക്ക് മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വരെയാണ് വലിയ പ്രതിഷേധം. 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് കോൺഗ്രസ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതുപോലെ മറ്റ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഈ പ്രതിഷേധ മാർച്ചിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ രാഹുൽ ഗാന്ധി തെളിവുകളടക്കമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ വിവിധ സ്ഥലങ്ങളിൽ പഠിച്ച് അത് അപഗ്രഥിച്ച ശേഷമുള്ള കൃത്യമായ തെളിവുകളടക്കമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെ അത്താഴ വിരുന്നിൽ ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. അതിലവർ വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിക്കാൻ പോവുകയാണെന്നും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. TMC അടക്കമുള്ള പാർട്ടികൾ ഇന്നലെ തന്നെ വലിയ വിമർശനങ്ങൾ കമ്മീഷനെതിരെ ഉയർത്തിയിരുന്നു. നാണംകെട്ട പണിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്നും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് കമ്മീഷൻ നിലനിൽക്കുന്നത്, അത് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടിയാണെന്നുള്ള വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ തന്നെയാണ് പാർലമെന്റിലും ഉയരാൻ സാധ്യത. ഈ വിഷയത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ അടിയന്തര പ്രമേയ നോട്ടീസുകളൊക്കെ നൽകാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ കർണാടകയിൽ നടക്കുന്ന ഈ ഒരു വലിയ പ്രതിഷേധ റാലിക്ക് പിന്നാലെ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വലിയ പ്രതിഷേധങ്ങൾ തന്നെ അലയടിക്കാൻ തന്നെയാണ് സാധ്യത. അതിന് ഇന്ത്യ സഖ്യ നേതാക്കളും പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലവിലൊരു കേസ് ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിന് സമാനമായി തന്നെ ഈ വിഷയവും സുപ്രീം കോടതി മുൻപാകെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇന്നലെ സംസാരിച്ചപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായിട്ടൊക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും സുപ്രീം കോടതി സമീപിക്കുക. എന്തായാലും നിയമ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തെ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും കൂടി അംഗീകാരം ലഭിച്ചതോടുകൂടി വലിയ ഒരു പ്രതിഷേധമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നീക്കുക. എന്തായാലും ഇതിപ്പോൾ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തൊരു വിഷയമായിട്ട് രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തി കാട്ടുമ്പോൾ മുൻപ് തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഇതിനെ അപഹസിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിഷയത്തെ താറടിച്ച് കാണാൻ ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തെളിവുകളോട് കൂടിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോകത്തിനു മുൻപിൽ കൃത്യമായ തെളിവുകൾ നിരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ വരാൻ തന്നെയാണ് സാധ്യത.